കർത്താവേ സ്തോത്രം 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 സ്തോത്രം. നമുക്ക് നമ്മളെ തന്നെ അല്പസമയം ദൈവകാര്യങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കാം. ആരാധനയ്ക്ക് പ്രാർത്ഥനയ്ക്ക് നാം ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ, ഒരു യാഗത്തിനായി നാം ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കാം, നമ്മളെ തന്നെ ഒന്ന് ഒരുക്കാം. കർത്താവേ, നിങ്ങളുടെ ജീവിതത്തിലെ കുറവുകൾ, നിങ്ങളുടെ ജീവിതത്തിലെ പാപങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിലെ ബലഹീനതകൾ നിങ്ങളോട് ക്ഷമിക്കണമേ. ആരാധനയ്ക്ക് തടസ്സമായി, ദൈവപ്രവൃത്തിക്ക് തടസ്സമായി, ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുന്നതിന് തടസ്സമായി എന്തെങ്കിലുമൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലുള്ളത് കർത്താവെ കഴുകി ശുദ്ധീകരിക്കണമേ. കുഞ്ഞാടിന്റെ രക്തത്താൽ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ശുദ്ധരായി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അല്പസമയം ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. നാം പാടുമ്പോൾ, നാം പ്രാർത്ഥിക്കുമ്പോൾ, നാം ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകേണ്ടതിന്, ദൈവത്തിന്റെ പകൽക്കാലം അനുഭവിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ, ഇന്ന് പകൽക്കാലം ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്ന കർത്താവേ, അല്പസമയം ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അടുത്തു വരുമ്പോൾ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. ഞങ്ങൾ ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണമേ. കർത്താവേ, എല്ലാ ശുശ്രൂഷകളിലും പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ദൈവ ശബ്ദം ഞങ്ങൾക്ക് ഇന്ന് പകൽക്കാലം ഞങ്ങൾ കേൾക്കുവാൻ ദൈവമേ അവിടുന്ന് ഇടയാക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കൃത്യമായി ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്ന കർത്താവ്, ഞങ്ങളുടെ നൊമ്പരങ്ങളെ അറിയുന്ന കർത്താവ്, ഞങ്ങളുടെ ആവശ്യങ്ങളെ അറിയുന്ന കർത്താവ്, ഞങ്ങളുടെ ആഗ്രഹങ്ങളെ അറിയുന്ന കർത്താവ്, ഇന്ന് പകൽക്കാലം ഞങ്ങളോട് കൃത്യമായി സംസാരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായി ഇന്ന് പകൽക്കാലം ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ സൗഖ്യത്തോടെ അവിടെ നിന്ന് അയക്കണമേ. കർത്താവേ, ഹൃദയനുരുക്കത്തോടെ ആരെങ്കിലും ഇന്ന് പകൽക്കാലം ഇവിടെ ആയിരിക്കുന്നുണ്ടെങ്കിൽ, വേദനയോടെ ഭാരത്തോടെ ആയിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം സമാധാനത്തോടെ അവരെ അയക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസാന്നിധ്യം അനുഭവിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ഇത് പകൽക്കാലം ഞങ്ങളോട് കൂടെ ഇരിക്കുമാറാകണം. ഞങ്ങളുടെ ആരാധന ഒരു അനുഗ്രഹമാക്കി മാറ്റണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. Praise God. Hallelujah. Lord, hallelujah. Praise the Lord. 5 മാസക്കാലം നമ്മളെ കാത്തുപരിപാലിച്ച സർവശക്തിയുടെ നന്ദി ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പുതിയ മാസത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം നമ്മളെ സഹായിച്ചല്ലോ. ആ ദൈവത്തിന് ഹല്ലേലൂയ എല്ലാ മാനമഹത്വം പോയിട്ട് അർപ്പിച്ചുകൊണ്ട് ചില നിമിഷങ്ങൾ നമുക്ക് ആരാധിച്ച് മഹത്വപ്പെടുത്താം. എഴുന്നേറ്റ് ഒരുമിച്ച് നമുക്ക് പാടി സ്തുതിക്കാം. കുഞ്ഞാട്ടിൻ ഞാൻ ശുദ്ധനായി തീർന്നു, തഞ്ചങ്കിലെ സുഖരേ സദാ ഞാൻ ജയം പാടിയിരുന്നു. കുഞ്ഞാട്ടിൻ തിരുരേ സദാ ഞാൻ ശുദ്ധനായി തീർന്നു,
Hallelujah. 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 Praise you, God. Praise you, Jesus. Hallelujah. യേശു ക്രിസ്തു യുദ്ധത്തിൽ ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു യുദ്ധത്തിൽ ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താരിണി വേദം വരും രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. മരണത്തിൻ ഘോരതര വിഷമല്ലു കടന്നതയാ. മരണത്തിൻ ഘോരതര വിഷമല്ലു കടന്നതയാ. ഇനിയെല്ലോ ഭയാവെന്നെ മൃത്യുവിനെ നമ്മൾ വെല്ലുവിളിക്കുകയാ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ്
യേശു കർത്താവ് ജീവിക്കുന്നു. യേശു കർത്താവ് ജീവിക്കുന്നു. ഉയർത്തെഴുന്നേറ്റവനായ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ ഒരു സന്നിധി നാം ഇന്ന് കടന്നുവന്നിരിക്കുന്നത് പ്രത്യാശയോട്. നമ്മുടെ പ്രത്യാശ എന്താണ്? നാം ഒരിക്കൽ ഈ ലോകം വിട്ട് നാം വീട്ടിലേക്ക് ഉയരുന്ന ഒരു ദിവസം നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് നമുക്ക് വലിയ പ്രത്യാശ നമുക്ക് പ്രാപിക്കാമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. എന്റെ യേശു ജീവിക്കുന്നതിനാൽ ഞാനും ജീവിക്കുന്നു. ഈ ലോകത്ത് നമുക്ക് സ്വയമായി നിൽക്കുവാൻ കഴിയുകയില്ല. നമ്മെ നിർത്തുന്നവൻ, നമ്മുടെ കരം പിടിച്ചിരിക്കുന്നവൻ, നമുക്ക് ആലോചന നൽകി തരുന്നവൻ, നമ്മെ ഓരോ ദിവസവും വഴി നടത്തുന്നവൻ. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മറവിലാകുന്നു നമ്മൾ ഇരിക്കുന്നത്. നമുക്ക് ദൈവസന്നിധിയിലിരിക്കാം. ഇന്നത്തെ ആരാധന ഏറ്റവും അനുഗ്രഹമായി തീരുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു പുതിയ മാസത്തിന്റെ ആരംഭമായിട്ടുള്ള ആഴ്ചയിൽ പ്രവേശിക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. ഈ ലോകത്തിൽ നിരവധിയായ പ്രയാസ പ്രതികൂലങ്ങളൊക്കെ നടന്നു. അനേകർ കഷ്ടങ്ങളിലായി, അനേകർ ജനിയാത്ത സമയത്ത് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. കർത്താവിന്റെ കരുണ കൊണ്ട് നമുക്കും ജീവനുള്ളവരുടെ ദേശത്ത് ജീവനോടെ ആയിരിക്കുവാൻ, നമ്മുടെ ഹൃദയം തുറന്ന് ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് ഇന്ന് നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ ഒരു സമയം കൂടി ദൈവം നൽകി തന്നല്ലോ. പ്രത്യേകിച്ച് കർത്താവിന്റെ തിരുമേശയോടുള്ള ബന്ധത്തിൽ നാം തിരുസന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് ആരംഭത്തിൽ തന്നെ കർത്താവേ, എന്റെ ഹൃദയത്തിൽ എന്തെങ്കിലും ദൈവത്തിന് വിരോധമായ ആലോചനകളോ ദൈവത്തിന് വിരോധമായ ചിന്തകളോ ഒക്കെ ഉണ്ടെങ്കിൽ നാം ആദ്യത്തെ പാട്ടിൽ പാടിയതുപോലെ കുഞ്ഞാടിന്റെ തിരുരക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിച്ച് എന്റെ ജീവിതത്തെ വെടിപ്പാക്കണമേ എന്ന് ആരംഭത്തിൽ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് നമുക്ക് ഇന്ന് പകൽക്കാലം ഈ ആരാധനയുടെ ആരംഭം മുതൽ അവസാനം വരെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ സകലതും നിയന്ത്രിച്ച് നടത്തുവാൻ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഈ സമയത്ത് പ്രിയ അമ്മാമയും പ്രിയ ശീല സിസ്റ്ററും ശബ്ദമുയർത്തി പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. Praise God. Praise God. Hallelujah. Hallelujah. Praise you, Jesus. Hallelujah. പൂർണ്ണതയോട് കടന്നു വരുവാൻ കഴിഞ്ഞ ആഴ്ചകളിൽ അടികൾ തന്നേ ജോലിക്കൊക്കെ കടന്നുപോയി നിങ്ങളെ വാഹനത്തെ നിങ്ങളുടെ ദേശത്ത് ഒരു ദിവസം കൂടെ ആയുസ്സുമാരോഗ്യം തന്ന ദൈവത്തെ ഒരു പ്രാവശ്യം കൂടെ നന്ദിയോട് ബോധപ്പെടുവാൻ ദൈവം തന്ന കൃപയ്ക്കാണ് നന്ദിയോട് അടികൾ കർത്താവെ എന്റെ സന്ധി കടന്നു വരുമ്പോഴൊക്കെ അടികൾ പൂർണ്ണതയോട് കടന്നു വരുവാൻ അടികൾ ഇടിയാക്കണേ കർത്താവെ, അടികളെ ശുദ്ധീകരിക്കണേ കർത്താവെ, അവിടുത്തെ തങ്കച്ചോരാണ് അടികൾ കഴുകപ്പെട്ടവരായി തീരുവാൻ ഇടിയാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സഭയോട് പ്രാർത്ഥിക്കുന്നു. സഭയുടെ അടികളെ വിസ്താരമാക്കണേ കർത്താവെ, അനേക കുടികളാത്മാക്കൾ കടന്നു വരുവാൻ കർത്താവ് സഹായിക്കണേ അടികളെ ശക്തി വഹിക്കണമേ. എല്ലാ ആരാധന അനുഗ്രഹിക്കണേ കർത്താവേ, എല്ലാ കുടുംബങ്ങളെ ഓർത്തു പ്രാർത്ഥിക്കുന്നപ്പോൾ എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കണേ, ആവശ്യങ്ങളെ കർത്താവേ, ഇതുവരെക്കാലം അനുഗ്രഹ ദിവസമായി തീർക്കുവാൻ സഹായിക്കണമേ കർത്താവേ. ഒരു കുറവ് ഓർക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ വിശുദ്ധ മേശ അടികൾ മുന്നിലുണ്ടല്ലോ കർത്താവേ, അടികളൊന്നും കൊണ്ട് അടികളെ കുറവുകളൊന്നും കണ്ടുകൊണ്ടിരുവാൻ അടികളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കൃപയുടെ എല്ലാവരെയും സൂക്ഷിച്ചാട്ടെ നാഥ. മാനവ സകല നാമത്തിൽ തന്നെ.
Praise God, praise God, praise God. Hallelujah, hallelujah. Praise you, Jesus. Praise you, God. Amen, 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 amen. Praise you, God. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഓരോരുത്തരെയും ദിവസത്തിൽ താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു, അടിയനെ കർത്താവ് സമർപ്പിക്കുന്നു. ദൈവത്തിലെ കുറവുകളെ കർത്താവെ ക്ഷമിക്കണേ കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഓരോ ദിവസവും നിന്റെ പാദപീഠത്തോട് ചേർന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ഇടയാക്കുമാറാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ വെറുതെ കടന്നു പോകുന്നവരല്ലപ്പാ. ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിപ്പാൻ, ആരാധിപ്പാൻ, ചിലർ പ്രാപിച്ച് കടന്നു പോകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കുമാറാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ ഞങ്ങൾ ആരെങ്കിലും രോഗികളായിരിക്കുന്നെങ്കിൽ അപ്പാ അവിടുന്ന് സൗഖ്യം തരുമാറാകണേ, സമാധാനമില്ലാത്തവർക്ക് സമാധാനം തരുമാറാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഞങ്ങളുടെ ആരാധനയെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണേ കർത്താവെ. ഈ ചർച്ചയുടെ ആദരനെ അവിടുന്ന് വിസ്തീർണമാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, അവങ്കിലേക്ക് നോക്കി പ്രകാശിതരായി നമുക്ക് ലജ്ജിച്ചു പോയല്ലോ. നിന്റെ മുഖത്ത് നോക്കി ഇറങ്ങി വരാനല്ല കർത്താവെ, ഞങ്ങളെ ലജ്ജിപ്പിക്കത്തില്ലല്ലോ കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ ചർച്ചനായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നല്ലോ കർത്താവെ. ഞങ്ങളുടെ കയ്യിലുള്ളത് ഞങ്ങൾക്ക് ആവശ്യമുള്ളത് അറിയുന്ന ഒരു ദൈവം, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം, ഇല്ലാത്തിടത്ത് ഉളവാക്കുന്ന ദൈവം. ആ ദൈവത്തിന്റെ കരത്തിലേക്ക് ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങളുടെ ഹല്ലേലൂയ പ്രാർത്ഥനയോട് അർപ്പിക്കുന്നു. അപ്പൊ അതിനൊക്കെയോടൊന്ന് മറുപടി തരുമാറകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. നടക്കുന്ന ആരാധന, നടക്കുന്ന പ്രാർത്ഥന പാട്ടുകള്, ഹല്ലേലൂയ വചന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ ദൈവവചനത്തിൽ സംസാരിക്കുന്നതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിന്റെ ആത്മീയ വർദ്ധനയ്ക്ക് അനുഗ്രഹമായി തീരുമാനമാകണേ. ഞങ്ങളെ തന്നെ ഹല്ലേലൂയ ശോധന ചെയ്യുവാൻ, ഹല്ലേലൂയ കർത്താവേ ശുദ്ധിയോടെ ദിവസത്തിലായിരിക്കാൻ, ഹല്ലേലൂയ പങ്കാളി തിരുമേശയോടല്ല കർത്താവേ, ഹല്ലേലൂയ ഞങ്ങളെ തന്നെ ഞങ്ങളുടെ പിള്ളിലേക്ക് നോക്കുവാൻ, ഹല്ലേലൂയ ഭക്തിയോടെ, ഹല്ലേലൂയ വിശ്വാസത്തോടെ, ഹല്ലേലൂയ ശുദ്ധീകരണത്തോടെ അതിനോടടുത്ത് ചെല്ലുവാനുള്ള ഇടയാക്കുമാറാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഓരോരുത്തരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കുടുംബങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ഓരോ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജർമ്മയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അതിൽ ഒരു വർഷം കൂടെ ഒന്ന് കൊടുത്തല്ലോ കർത്താവേ. ദൈവത്തോട് അടുത്ത് വരുവാൻ, പരിശുദ്ധാത്മാവിൽ കർത്താവിനെ ആരാധിപ്പാൻ അവരെ ഒരുക്കുമാറാകണേ പ്രാർത്ഥിക്കുന്നു. കൃപാവരങ്ങൾ കൊണ്ട് കർത്താവിനെ നിറയ്ക്കുമാറാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. തലത്തിലേക്ക് അവനെ ഉയർത്തുമാറാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരുടെ ദിവസത്തിൽ സമർപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ കർത്താവ്. ഹല്ലേലൂയ, എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കുന്നു. നടക്കുന്ന ആരാധനയെ കർത്താവ് അനുഗ്രഹിക്കണം. ദൈവ സാന്നിധ്യം രുചിച്ചറിയുമാറാകണേ. ഞങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം കൂടെ ദിവസം സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. Amen, amen. Praise the Lord. Hallelujah. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് Psalm 46 46ാമത്തെ സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. Psalm 46. Hallelujah. Praise. ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ദൈവം അതിന്റെ മധ്യേ ഉണ്ട്, അത് കുലുങ്ങിപ്പോകയില്ല. ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗം ആകുന്നു. അവൻ ഭൂമിയുടെ അറ്റം വരെയും യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നു. അവൻ വില്ലൊടിച്ച് കുന്തുമുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നു. സൈന്യങ്ങൾ ചേർന്ന് വായിക്കാം. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനമാണ്. നമുക്ക് ഏത് തരത്തിലുള്ള പ്രയാസ പ്രതികൂലങ്ങൾ കടന്നു വന്നാലും അതിന്റെ ആ ഒരു എക്സ്റ്റന്റ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന പർവ്വതങ്ങൾ പർവ്വതങ്ങൾ സമുദ്രത്തിന് മധ്യേ വീണാലും ഏതൊരു എക്സ്റ്റന്റ് വരെ പ്രതികൂലങ്ങൾ കടന്നു വന്നാലും നമുക്ക് ഭയപ്പെടുവാനില്ല. കാരണം ദൈവം നമ്മോട് കൂടെയുണ്ട്. ആ പ്രത്യാശ നമുക്കുള്ളത് കൊണ്ട് സ്തോത്രം. കർത്താവേ, അവിടുത്തെ വചനത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു.
ഞങ്ങളുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു വരും എന്ന് ഞങ്ങൾ അറിയുന്നു. ഏത് സാഹചര്യങ്ങൾ മാറിയാലും നീ ഞങ്ങളെ കൈവിടാതെ ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ സഹായിച്ച് നീ ഞങ്ങളെ വഴി നടത്തുന്നല്ലോ. അതിനായി സ്തോത്രം. ഇന്ന് ഈ ആരാധനയുടെ ആരംഭം മുതൽ അവസാനം വരെയും അവിടുത്തെ കൃപയിൽ ഞങ്ങൾ ഇരുത്തണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ ഒരു കവിഞ്ഞൊഴുക്ക് ഞങ്ങളുടെ ആരാധന ഉണ്ടാകുന്നുണ്ട്. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. Please be seated in the presence of God. God has given us another Sunday to come into the house of the Lord. നമ്മൾ പലപ്പോഴും നമുക്ക് കിട്ടുന്ന ഈ സമയങ്ങൾ ഇത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണെന്ന് നമുക്കൊരു ചിന്ത ഉണ്ടാകും. Because every day comes and we assume we'll be here for many more years. May that be the case. But ഓരോ ദിവസവും ദൈവം തരുന്നത് നമുക്ക് ദാനമാണ്. It is so we have to be very thankful to every moment that we get in this world. We are celebrating the birthday of our dear Jeremy, and let us be praying for him. And he, just like I wrote in the post, he is a blessing to this church. He is definitely a blessing to the church. Even in his very younger age, he is utilizing whatever gift and talents God has given to him. And I thank God for Jeremy. And we all thank God for Jeremy. I praise God for his life. May God bless you this year. Make this be the better year. Then I will say the same thing next year. Every year hereafter will be a better year in your life. Okay, today I am going. John, you want to say a few words? No? You can come here. Praise the Lord. I thank God for giving me all these years so far and helping me, especially my school and my spiritual walk with Him. He's been helping me get good grades, and I pray that you guys all pray for my spiritual walk, for me to grow more and more with Him this year. And yeah, thank you. Praise the Lord. We have actually our Pastor Justin, you probably already know this. He is traveling to India this coming week, and we need to pray for him. And we're going to pray for Jeremy. And anybody else wanted to say a word of testimony? I'm just going to give you a word, a moment. No testimonies? Okay, so we can move forward. Okay. So we also needed to pray for Brother Saji's mother, who is in New York, and she had some medical problem this past week. We prayed for her. On our Wednesday night meeting, we're going to pray for her right now. So what I'm going to do now is I'm going to pray for these requests, and after my prayer, what we are going to do is we're going to have our offering song. And today, Sister Anu and Sister Shannon, they are singing the offering song, and we'll take the offering. And after that, we will have the offering prayer. Brother Wilson is going to do that. And then Pastor Justin will come and share a few things from the Word of God. And after that, we will do the Lord's Supper. Okay? So let us all close our eyes and let us pray. കർത്താവേ, നല്ല ദൈവമേ, ഇന്ന് ഈ പകൽക്കാലം അവിടുത്തെ സന്നദ്ധിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. അവിടുത്തെ വലിയ ശെഖേനയുടെ മറവിൽ നീ ഞങ്ങളെ ഓരോ ദിവസവും കർത്താവ് സൂക്ഷിച്ച് പരിപാലിക്കുന്നു. അതിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത്, ഞങ്ങൾ ജെറമിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രിയ പൈതലിന്റെ ജീവിതത്തിൽ
ഒരു പുതിയ വർഷം കൂടി കർത്താവ് ദാനം ചെയ്തല്ലോ. അത്ഭുതകരമായി കഴിഞ്ഞ 12 വർഷക്കാലം കർത്താവ് പോറ്റി പുലർത്തി. ഒരു 13ാമത്തെ ബർത്ത്ഡേ പ്രിയ മകന്റെ ജീവിതത്തിൽ കർത്താവ് നൽകിയത് കൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ഞങ്ങൾ കേട്ട സാക്ഷ്യം പോലെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ കർത്താവെ ആത്മീയമായി വളരുവാനുള്ള പ്രിയ മകന്റെ ആഗ്രഹത്തെ ഞങ്ങൾ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവിടുത്തെ പരിശുദ്ധാത്മാവ് പ്രിയ പൈതലിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കണമേ. കർത്താവെ ആത്മീയ വളരുവാൻ സഹായിക്കണമേ. ദൈവ കൃപയാൽ നിറച്ചു കൊള്ളണമേ. സ്കൂൾ വിദ്യാഭ്യാസത്തെ കർത്താവ് അനുഗ്രഹിക്കണമേ. താല്പര്യങ്ങളെ ആഗ്രഹങ്ങളെ എല്ലാം കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പ്രിയ സജിബ്രദറിന്റെ മദറിനെ ഞങ്ങൾ ഇന്ന് ഒരുമിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശാരീരികമായി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഭാരങ്ങൾ, ക്ലേശങ്ങൾ, പ്രയാസങ്ങൾ എല്ലാം സ്വർഗത്തിലെ ദൈവം അറിയുന്നല്ലോ. ഞങ്ങളിവിടെ ഈ സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ കർത്താവെ കരം ന്യൂയോർക്കിലായിരിക്കുന്ന പ്രിയ മകളുടെ ജീവിതത്തിൽ അവിടുന്ന് സ്പർശിച്ച് അവിടുത്തെ വചനം അയച്ച് അത്ഭുതകരമായ സൗഖ്യം കൊടുക്കുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ ഞങ്ങൾ പ്രിയ ജസ്റ്റിനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രിയ മകന്റെ ആഗ്രഹപ്രകാരം നാട്ടിലേക്ക് പോകുവാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. കർത്താവ് എല്ലാ കാര്യങ്ങളും അറിയുന്നു. കർത്താവ് എല്ലാ ആവശ്യങ്ങളും അറിയുന്നു. കർത്താവ് എല്ലാറ്റിനും പരിഹാരമായിരിക്കുന്നുകൊണ്ട് സ്തോത്രം. കർത്താവ് ഇന്ന് പകൽക്കാലം ഞങ്ങൾ സഭയായി പ്രിയ മകനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച് കർത്താവ് ഞങ്ങൾ നാട്ടിലേക്ക് അയക്കുമ്പോൾ ഇവിടുന്ന് യാത്ര തുടങ്ങുന്ന സമയം മുതൽ കർത്താവെ സൗഖ്യത്തോടെ ഭവനത്തിൽ എത്തിച്ചേരുന്നതും വരെയും അവിടെ നിന്ന് സൗഖ്യത്തോടെ ഇവിടെ മടങ്ങി വരുന്നതും വരെയും യാതൊരു വിധത്തിലുമുള്ള നിയമപരമായ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും ഉണ്ടാകാതെ അവിടുത്തെ അത്ഭുതകരമായ കരത്തിൽ എന്റെ മകനെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തന്നെ സകലതും ഏറ്റെടുത്തിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, തുടർന്നുള്ള ശുശ്രൂഷയെല്ലാം കർത്താവ് അനുഗ്രഹിക്കണമേ. അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. എല്ലാത്തിനായും നന്ദിയോട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. സിസ്റ്റർ അനു ആൻഡ് സിസ്റ്റർ Praise God. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും എണ്ണമില്ലാതുള്ള നന്മകൾക്കും
കലകളെ വണക്കാൻ വീണ്ടും പ്രാർത്ഥിക്കുന്നത് പാടിയതുപോലെ നന്ദി അല്ലാതെ നമുക്ക് ദൈവത്തിനെ കരയേറ്റുവാനായിട്ട് നമ്മുടെ ഈ ജീവിതം മുഴുവൻ നന്ദിയാണ്. ആമേൻ. പാട്ടുകാരൻ ആമേൻ മറ്റൊരു വരിയിൽ പാടുന്ന ഇപ്രകാരമാണ്: നന്ദി ചൊല്ലുവാൻ നാളുകൾ പോരാ, നന്ദി ചൊല്ലുവാൻ നാവുകൾ പോരാ, എണ്ണി തീർക്കുവാൻ നാളുകൾ പോരാ. നാം പാടിയതുപോലെ തന്നെ കൂരിൽ പാതയിൽ കൂടി നടക്കുമ്പോൾ ശൂന്യതയാണെങ്കിലും ദൈവത്തിന് നന്ദി, നന്ദി, നന്ദി. നമുക്ക് അനേക വിഷയങ്ങൾക്ക് വേണ്ടി ദാസൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല. വീണ്ടും വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. പരിശുദ്ധ പിതാവേ, ദൈവമേ, നന്ദിയുള്ള ഹൃദയത്തോട് ഞങ്ങൾ സ്തുതിക്കുന്നു. ഈ രാവിലെ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന് നന്ദി. വീട് പോകാതെ ഞങ്ങളെ നിർത്തിയ ദൈവത്തിന്റെ കൃപയ്ക്കായി നന്ദി. നന്ദി മാത്രമേ അങ്ങേക്ക് ഞങ്ങൾക്ക് കരയേറ്റുവാൻ. ഹല്ലേലൂയ. നീ ഞങ്ങളെ നടത്തുന്ന എല്ലാ വിധങ്ങൾക്കായി നന്ദി കർത്താവേ. ഞങ്ങളുടെ മധ്യത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ രാവിലെ ഓർക്കുകയാണ്. സഭയായി ദൈവസന്നിധിയിൽ നിന്റെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. അവർ കടന്നു പോകുന്ന എല്ലാ വിഷയങ്ങളിലും ദൈവമേ അവർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ നന്മകളും ആമേൻ പ്രാർത്ഥനയ്ക്ക് മറുപടിയും കൊടുത്ത് കർത്താവ് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായി ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സജീവനന്ദ മാതാവിനെ ഓർക്കുന്നു, മാനസിക കുഞ്ഞിനെ ഓർക്കുന്നു, കർത്താവെ ജീവനെ ഓർക്കുന്നു. ഈ പട്ടണത്തില് 6 മാസം പ്രഗ്നന്റ് ആയ ഒരു സഹോദരി ക്യാൻസറാൽ ഭാരപ്പെടുന്നു. ആ സഹോദരിയെ ഞങ്ങൾ കമ്പാഷൻ ചർച്ചായി ഓർത്തി രാവിലെ സമയം പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പലവിധത്തിലുള്ള ആമേൻ പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളുണ്ട്. എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. പ്രത്യേകിച്ച് വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. കഴിഞ്ഞ ദിവസം ഹൂസ്റ്റണിൽ കർത്താവെ ആമേൻ ദൈവമേ മരണപ്പെട്ട പ്രിയ സഹോദരി ബൈബിളുടെ ആമേൻ പത്നി ഈ ലോകം വിട്ട് കടന്നുപോയി. ആ കുടുംബത്തിന് ആശ്വാസനായി ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പത്നായതാരുടെ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതുപോലെ ആമേൻ കർത്താവിന്റെ അറിയുന്നതുപോലെ ന്യൂയോർക്കില് പ്രിയ അനിയൻ ഷാൻ ആമേൻ ലോകത്തിൽ നിന്ന് കടന്നുപോയി. ആമേൻ ആ കുടുംബത്തെ ഓർത്ത് നമുക്ക് രാവിലെ വീണ്ടും നമ്മൾ പ്രാർത്ഥിക്കുകയാണല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. എല്ലാ വിഷയങ്ങളും പറഞ്ഞുവെങ്കിലും ആമേൻ ഹല്ലേലൂയ നമ്മുടെ ചർച്ചനെ ഓർത്ത് ഈ വീണ്ടും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് ഈ രാവിലെ കടപ്പെട്ടതാണ്. ആമേൻ ചർച്ചിന്റെ അതിനെ വിസ്താരമാക്കി ആമേൻ അനേക ആത്മാക്കളെ കുറിച്ച് ഇങ്ങനെ നമ്മൾ മുമ്പോട്ട് കടന്നു പോകുവാനല്ല, അനേക സ്നാനങ്ങൾ നടക്കണം. ആമേൻ ഇതിന്റെ അതിനെ വിസ്താരമാക്കി ആമേൻ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ വിധങ്ങളിലും ദൈവം നമ്മെ നടത്തുന്നതിനായി ഹല്ലേലൂയ ഞങ്ങൾ നിന്റെ കരങ്ങളിൽ ഞങ്ങൾ തരികയാണ്. അപ്പാ ഞങ്ങളെ കൊണ്ട് കഴിയില്ല എങ്കിലും ദൈവത്തിന് സാധ്യമല്ലോ. ഞങ്ങൾ വായിച്ചതുപോലെ പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ കുലുങ്ങി സമുദ്രമൊക്കെ വീഴും, അതിനെ വെള്ളം വിലച്ചു കലങ്ങും, എങ്കിലും ആവശ്യമില്ല. ഒരു നദിയുണ്ട്, അവൻ ഞങ്ങളെ താങ്ങുന്ന ഒരു കർത്താവുണ്ട്, ഞങ്ങളെ ഉള്ളക്കരത്തിൽ വഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാവിലെ ആ ദൈവത്തെ ഞങ്ങൾ ആശ്രയിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാട്ടിലേക്ക് യാത്രയാകുന്ന പ്രിയ കർത്താവിന്റെ ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ദൈവമേ, പല എയർപോർട്ടുകളിൽ ഇറങ്ങുമ്പോൾ ഇമിഗ്രേഷൻ്റെതായിട്ടുള്ള യാതൊരു വിഷയങ്ങളും ഉണ്ടാകാത്ത വിധത്തില് കർത്താവേ ഹല്ലേലൂയ നാട്ടിൽ ചെന്ന് സഹോദരിയെയും പേരൻസിനെയും കണ്ട് സന്തോഷത്തോടെ മടങ്ങി വന്ന് വീണ്ടും കർത്താവിനെ ആരാധിപ്പാൻ ദൈവം ഞങ്ങൾക്ക് പെരുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ അടുത്ത ഈ മാസം അവസാനമായി ആമേൻ നാട്ടിൽ നിന്ന് യാത്രയാകുന്ന ജോൺ തോമസ് പാസ്റ്ററെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ കാലം തന്നെ മക്കളോട് കൂടിയിരിക്കണമേ. ആമേൻ വഴിമധ്യയിൽ യാതൊരു പ്രയാസവും ഉണ്ടാകാതെ ഹല്ലേലൂയ അവരെ സൂക്ഷിച്ചു കൊള്ളുമാറാകണമേ. ഒരുമിച്ച് കടന്നു വന്ന് ഞങ്ങൾക്ക് നിന്നെ സ്തുതിപ്പാനിടയാകണമേ. കർത്തയാഘോഷിക്കുന്ന കർത്താവേ ജർമ്മിയോർത്ത് പ്രാർത്ഥിക്കുന്നു. ആമേൻ ബാലൻ നടക്കേണ്ടുന്ന വഴി അവനെ അഭ്യസിക്കാം. മാറുകയില്ല. തന്റെ മകനെ ഞങ്ങൾ സഭയായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ സഭയ്ക്ക് അനുഗ്രഹമായിട്ട്, ആ കുടുംബം അനുഗ്രഹമായിട്ട്. ശത്രുവരെ കാണല്ലേ കർത്താവേ, ശത്രുവരെ കാണാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഇന്ന് ഞങ്ങളുടെ ഈ മധ്യത്തിൽ ആരെങ്കിലും പ്രയാസത്തോടെ പുറത്തു പറയുവാൻ കഴിയാത്ത വിധത്തിൽ
ആമീൻ. ഞാൻ അറിയുന്ന ഏതെങ്കിലും വിഷയമുണ്ടെങ്കിൽ ഹല്ലേലൂയ, ദൈവം ഇന്ന് കേൾക്കപ്പെടുന്ന വചനത്തിൽ അവരെ ആശ്വസിപ്പിച്ച് സൗഖ്യത്തോടെ പറഞ്ഞയക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഓൺലൈനിൽ കൂടി ഞങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർക്കുകയാണ് കർത്താവേ. എടുക്കപ്പെട്ട സ്തോത്ര വഴിപാടിനായി സ്തോത്രം. ഹല്ലേലൂയ, നന്മകളെ ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്കായി ഉപയോഗിക്കുവാൻ ഞങ്ങളെ വേണ്ടി ഉപയോഗിക്കണം. വഴിയെ താഴ്ത്തുന്നു പ്രാർത്ഥന ചെയ്യാൻ കടനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ സഭയുടെ മുൻഭാഗെ നിൽക്കുവാൻ സർവശക്തനായ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന വലിയ അവസരത്തെ ഓർത്ത് ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഈ ആഴ്ചയുടെ അവസാനം ഞാൻ നാട്ടിലേക്ക്, അല്ലെങ്കിൽ ഈ ട്യൂസ്ഡേയോട് കൂടി, ടിക്കറ്റ് കൺഫേം ചെയ്തിട്ടില്ല, ബട്ട് ട്യൂസ്ഡേയോട് കൂടി നാട്ടിലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഈ വിഷയത്തിൽ ഉണ്ടാകണം. സിറ്റുവേഷൻസ് ഒന്നും ഫേവറബിൾ അല്ല, പക്ഷേ ഒരു സമാധാനം, ഒരു ദൈവസമാധാനം, സകല ബുദ്ധിയെയും കവിയുന്ന ഒരു ദൈവസമാധാനം എന്നിൽ നിറയുന്നുണ്ട്. ആ ഒരൊറ്റ വിശ്വാസത്തിലാണ് ഞാൻ പോകുന്നത്. ദൈവഹിതമാണെങ്കിൽ ഞാൻ മടങ്ങി വരും. നിങ്ങളുടെ എല്ലാവരുടെയും സഭയുടെയും പ്രാർത്ഥന എന്നോട് കൂടെ ഉണ്ടാകണം. അല്പസമയത്തിന്റെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ തുറന്നു പറയാണ്, ഐ എം നോട്ട് പ്രിപ്പയർഡ് ഫോർ ടുഡേ. ലൈക്ക് ഞാൻ ഒരു സാക്ഷ്യം പറയാന്നുള്ളത് മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അതിനെ ശുശ്രൂഷയെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ വന്നപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് ഓർത്തത്, ചിന്തിച്ചത്. ദൈവസന്നിധിയിൽ ചെന്നിരുന്നു പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തന്നൊരു വചനം വായിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനു മുൻപേ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ കർത്താവേ, നിങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുന്ന അപ്പച്ച, ഞങ്ങൾ അങ്ങയുടെ വചനവുമായി തിരുമുഖത്തേക്ക് നോക്കുമ്പോൾ അങ്ങയുടെ വചനത്തിന്റെ മർമ്മങ്ങളെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. അങ്ങയുടെ വചനം ജീവനുള്ള വചനമാണ് കർത്താവേ. ആ വചനം വായിക്കുമ്പോൾ വചന കേൾവിയാൽ ജീവൻ വെളിപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. ഇന്ന് പകൽക്കാലം ആ വചനം വായിക്കുമ്പോൾ ദൈവം ഞങ്ങളോട് കൂടി ഇരിക്കണം, ഞങ്ങളോട് സംസാരിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അല്പസമയത്തിന്റെ ചിന്തയ്ക്കായി നമുക്ക് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിലെ 16-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. Letter to the Galatians chapter 5 verse 16. അതിലിങ്ങനെയാ പറയുന്നത്, I say then, walk in the spirit and you shall not fulfill the lust of the flesh. ഒന്നുകൂടെ വായിക്കാം. Walk in the spirit and you shall not fulfill the lust of the flesh. പാപത്തെക്കുറിച്ച് സ്വാഭാവികമായിട്ടും നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഓടിയെത്തുന്നത് കുഞ്ഞുങ്ങളിലേക്കായിരിക്കും, യൂത്ത്സിലേക്കായിരിക്കും. ഈ വാക്യം വായിച്ചപ്പോൾ ആദ്യം എൻ്റെ മനസ്സിലേക്കും വന്നത് കുഞ്ഞുങ്ങളിലേക്കൊന്ന് നോക്കാനാ, അവരുടെ തെറ്റുകളിലേക്കൊന്ന് ഒളിഞ്ഞു നോക്കാനാ. പക്ഷേ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മളൊക്കെ വിശ്വസ്തരാണോ? ഈ വാക്യം വായിക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യം വന്നത്, ഞാൻ എന്നെ കുറിച്ച് തന്നെ പറയാം, കുഞ്ഞുങ്ങള്, ഇപ്പോഴത്തെ യൂത്ത്സ് പാപത്തിലേക്ക് പോകുന്നു, അവർക്കുള്ള വചനമായിരിക്കും, എനിക്കുള്ളതല്ല. പക്ഷേ ഇന്ന് ദൈവത്തിന്റെ ആത്മാവിന് നമ്മളോട്, സഭയോട്, നമ്മളോട് എല്ലാവരോടും പറയാനുള്ളത്, walk in the spirit and you shall not fulfill the lust of the flesh. അപ്പോ lust of the flesh, പാപം, sin, it's a reality. നമ്മൾ ആരും അതിന് എസ്കേപ്പ് ആവുന്നില്ല, നമ്മൾ ആരും അതിൽ നിന്ന് മാറുന്നില്ല. ഒരുവൻ പാപം ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ അവൻ കള്ളം പറയുന്നു എന്ന് തന്നെയാണ് വചനം പറയുന്നത്. പക്ഷെ we always try to keep a mask, like ഞാൻ അന്ന് തിമോത്തിയോസിനെ കുറിച്ച് പറഞ്ഞതുപോലെ, ഒരു വ്യാജമായ ഒരു വിശ്വാസം, ഒരു കപടതയുള്ള ഒരു വിശ്വാസത്തിന്റെ ഒരു മാസ്ക് നമ്മൾ പലപ്പോഴും അണിഞ്ഞിട്ട് പറയും, ഞങ്ങളൊക്കെ വിശ്വസ്തരായി, ഈ വാക്യം പാപം കുഞ്ഞുങ്ങൾക്കുള്ളതാ. നോ, വചനം പറയുകയാണ്, walk in the spirit. പാപത്തെ ജയിക്കാൻ, ജഡത്തെ ജയിക്കാൻ, കുറവുകളെ ജയിക്കാൻ, ബലഹീനതകളെ ജയിക്കാൻ ഒരേ ഒരു വഴിയേ നമുക്കുള്ളൂ, walk in the spirit. ആമേൻ. ദൈവത്തിന്റെ ആത്മാവിനും ഇന്ന് നമ്മളോട് പറയാനുള്ളത്, walk in the spirit. Again and again എനിക്ക് ഒരേ ഒരു കാര്യമേ പറയുള്ളൂ, walk in the spirit. അതിന് താഴേക്ക് പറയുകയാണ്, for the flesh lusts against the spirit and the spirit against the flesh, and these are the contrary to one another. ഈ ഒരു കോൺട്രഡിക്റ്റിംഗ് തിങ്ങിലാണ് നമ്മുടെ ജീവിതം മുഴുവൻ കടന്നു പോകുന്നത്, അല്ലേ?
ഓരോ ദിവസവും നമ്മൾ ചിന്തിക്കും, ഇന്ന് പാപം കൂടാതെ ജീവിക്കണം, എനിക്ക് ദൈവത്തോട് ഒരു പടി ദൈവത്തോട് അടുത്ത് വസിക്കണം, പ്രാർത്ഥിക്കണം, വചനത്തിൽ മുന്നേറണം, ഉപവസിക്കണം, ദൈവത്തോട് വിശ്വസ്തരായിരിക്കണം, മിനിസ്ട്രിയിൽ വളരണം. ഒരുപാട് ചിന്തകൾ ഒരു സൈഡിൽ നമ്മുടെ ഉണ്ട്. അപ്പൊ അതേ സമയത്ത് തന്നെ മറ്റൊരു സൈഡിൽ ഫ്ലഷ്, പാപം നമ്മളിൽ ഇതിനെല്ലാം ഓവർകം ചെയ്യുകയാണ്. പാപം എന്ന് പറയുമ്പോൾ ഇവിടെ താഴേക്ക് വായിക്കുമ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ നമ്മളും ദിനംതോറും നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന ചില പ്രശ്നങ്ങളാണ്. പറയുകയാണ് എന്തൊക്കെയാണ് ഫ്രൂട്ട്സ് ഓഫ് ദ ഫ്ലഷ്. നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകാൻ കഴിയുന്നത്, വചനം ഇങ്ങനെ പറയുന്നു, ഇഫ് യു വാക്ക് ഇൻ ദ സ്പിരിറ്റ് യു വിൽ നോട്ട് ഗ്രാറ്റിഫൈ ദ ഡിസയർസ് ഓഫ് ദ ഫ്ലഷ്. If you walk in the Spirit, you will gratify the desires of the Holy Spirit. So there is the gratification of the flesh or gratification of the Holy Spirit. If we are feeding the flesh more, what is going to grow? Like the flesh within us is going to grow daily. But instead of that, if we are gratifying the desires of the Holy Spirit, or if we are feeding the Holy Spirit daily within us, then we will be able to fulfill the desires of the Holy Spirit. അപ്പോൾ എന്തൊക്കെയാണ് fruits of the flesh എന്ന് പറയുന്നത്? So if we are feeding the flesh more, if we are doing the things that gratify the desires of the flesh, what are going to grow within us? That's what the Bible says in verses 19 and all. It says like that. Now the works of the flesh are evident, which are adultery, fornication, uncleanness, lewdness, idolatry, sorcery, hatred, contentions, jealousies, outbursts of the wrath, selfish ambitions, dissensions, heresies, envy, murders, drunkenness, and like. അപ്പൊ ഇതെല്ലാം ഏതെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇല്ലേ? ഒന്ന് തിരിഞ്ഞു നോക്കിയ കോപം, ശാഠ്യം, പിണക്കം, ഈർഷ്യ, ഏതെങ്കിലുമൊക്കെ ഈ ജഡത്തിൻ്റെതായ ചില ഫ്രൂട്ട്സ് നമ്മളിലുണ്ട്. And we are striving our level best to overcome this fruits of the flesh that is still within us. We try our best, we do the best of what we can to overcome the sin, and we fail most of the times, and there comes the guilt, which is another scheme of the devil that devil puts in our life, and this guilt will create all other things like anxiety, self-harm, suicidal thoughts, lot of the other things like ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്നതെല്ലാം കടന്നു വരുന്നത് ഈ ജഡത്തിന്റെ ഫ്രൂട്ട്സ് എവിടേക്കോ നമ്മളിൽ ഉള്ളത് കൊണ്ടാണ്. കോപമാകാം, പിണക്കമാകാം, ഈർഷ്യയാകാം, ദേഷ്യമാകാം, പല കാര്യങ്ങൾ നമ്മളെ ദൈവത്തിൽ നിന്ന് ആത്മാവിന്റെ ഫലങ്ങൾ നമ്മളിൽ പുറപ്പെടുവിക്കാതെ വണ്ണം, ദൈവം ആഗ്രഹിക്കുന്ന ചില പ്രവർത്തനങ്ങൾ നമ്മളിൽ വെളിപ്പെടാതെ വണ്ണം എന്തൊക്കെയോ നമ്മളെ ദൈവത്തിൽ നിന്ന് ബാക്കിലേക്ക് വലിക്കുന്നു. അതിൽ നിന്ന് നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം? വചനം പറയുകയാണ്, walk in the spirit. ജഡത്തിൻ്റെതായ ഫലങ്ങൾ, ഇറ്റ്സ് എ റിയാലിറ്റി. ദൈവത്തിൽ നമ്മൾ അടുത്തില്ലെങ്കിൽ ഇത് നമ്മളിൽ വർദ്ധിച്ചു വരും. ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാം? walk in the spirit. മറ്റൊരു വാക്യത്തിൽ ഇങ്ങനെ കാണുകയാണ്, ദൈവവചനം വ്യക്തമായി തന്നെ കർത്താവ് പറയുകയാണ്, for without me you cannot do nothing. നമ്മൾ എപ്പോഴും വിചാരിക്കും, എന്താ കർത്താവേ എനിക്ക് ഒരു ആത്മീയ ജീവിതം നയിക്കാൻ പറ്റാത്ത, എന്താ കർത്താവേ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കൃപ ലഭിക്കാത്ത, എന്താ കർത്താവേ ഞാൻ വചനം സംസാരിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കാത്ത, എന്താ കർത്താവേ എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരാത്ത, why I am not able to overcome the sin that I am going through, why I am not able to do something really good with you, or why I am not able to walk with you, why I am not able to be consistent in my spiritual journey. And the God is giving a right answer in the scripture, and God is speaking. Jesus himself is speaking in John chapter 15 verse 5, for without me you cannot do nothing. The answer is simple. Whatever effort you put to, whatever effort we do to overcome this flesh, we won't be able to do that. Whatever effort we put to live a life without sin, you will be failing. We will fall short to sin. Because we are in our flesh. And the word also says that, God also says that you cannot do nothing without me.
So how can I do something? The verse says that in the verse 4 of John chapter 15, it says that abide in me. So it's simple. Walk with me, abide in me. Abide in me and I in you, as a branch cannot bear fruit of itself unless it abides in the vine. So until and unless we start walking with God. So what is walking with God? Having a daily time of prayer. Though many times when we go to the presence of God, we don't receive something, so we don't like keep on going to God. Like we don't like, we try to, because of the guilt, we skip like reading the scriptures, or like we skip spending time with God. So the God says that until and unless you come and stick on to me, cling on to me, abide in me, you won't be able to produce any fruits that you really wanted to do. And I am the vine and you are the branches. He who abides in me and I in him bears much fruit, for without me you cannot do nothing. So, is there anything that really takes us away from God? We all have different things. I may be struggling with something, you may be struggling with something else. Like we can think about ourselves, what is taking me away from God? And what the Bible says, cling on to me. Bring those things what you are struggling with, come and abide in his presence, walk with him and say like we are not able to do, we are not able to overcome. And third word, the God's presence is going to come onto us, and then the God will really help us to overcome the struggles that we are going through. And like the verse says that in Luke chapter 13 verse 7, and he said to the keeper of the vineyard, look, for 3 years I have come seeking fruit on this fig tree and find none. Cut it down. Why does it use up the ground? എത്രയോ വട്ടം ദൈവം നമ്മുടെ തോട്ടത്തിൽ വന്നിട്ട് നമ്മുടെ വൃക്ഷത്തിലെ ഫലം അന്വേഷിച്ച് സങ്കടത്തോടെ മടങ്ങിപ്പോയി കാണും. ഈ വാക്യമാണ് ഇന്ന് രാവിലെ എന്നോട് ദൈവം സംസാരിച്ചത്. എത്ര വട്ടം നാം പ്രാർത്ഥിച്ചപ്പോൾ, ദൈവസന്നിധിയിലേക്ക് ചെന്നപ്പോൾ, എത്ര വട്ടം ദൈവം നമ്മുടെ തോട്ടത്തിൽ വന്നിട്ട് നമ്മളെ നോക്കിയിട്ട് ഫലം കാണാതെ സങ്കടപ്പെട്ട് കരഞ്ഞു പോയി കാണും. എത്രയോ വർഷങ്ങൾ മോനെ ഞാൻ നിനക്ക് തന്നു, എത്ര വർഷം മോളെ ഞാൻ നിനക്ക് തന്നു, ഞാൻ നിന്നെ ഈ ദേശത്ത് കൊണ്ടുവന്നു, ഞാൻ ഇവിടെ നിന്നെ ആക്കി വെച്ചു, ഈ ഒരു ദേശത്ത് നിന്നെ കൊണ്ടുവന്നിട്ട് എന്ത് ഫലം ദൈവത്തിന് വേണ്ടി നിനക്ക് പുറപ്പെടുവിക്കാൻ കഴിയും? ഇന്ന് രാവിലെ ഞാൻ നിന്റെ മരത്തിൽ വന്ന് നോക്കുമ്പോൾ, നിന്നിലേക്ക് നോക്കുമ്പോൾ ഇപ്പോഴും നിന്നിൽ ഒരു ഫലവും എനിക്ക് കാണാൻ കഴിയുന്നില്ല. ഞാൻ ആഗ്രഹിച്ച് ഞാൻ ഇവിടെ വെറും കാറ്റൊലിവായിരുന്ന നിന്നെ പറിച്ചെടുത്ത് ഈ തോട്ടത്തിനകത്താക്കിയത് ഒരുപാട് പ്രതീക്ഷകളോടും ഒരുപാട് ആഗ്രഹങ്ങളോടും കൂടിയാണ്. ഒരു കർഷകൻ ഒരു മരം നടുമ്പോൾ അല്ലെങ്കിൽ ഒരു വൃക്ഷം നടുമ്പോൾ അവൻ ആ വൃക്ഷത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ട്. അവൻ 3 വർഷമായി അവൻ ആ തോട്ടക്കാരൻ വന്ന് നോക്കുമ്പോഴും അവൻ ഉടയവൻ അതിന്റെ അകത്തൊരു ഫലം കാണാൻ കഴിയാതെ വന്നപ്പോൾ ഏറെ സങ്കടത്തോടെ പറയുകയാണ്, നമുക്കിനി ഇതിനെ വെട്ടിക്കളയാൻ, കാരണം ഇത്ര നാളായിട്ടും അവൻ ഫലം കായ്ച്ചിട്ടില്ല. ഞാനൊരു മിഷൻ അവന് കൊടുത്തു, ഞാനൊരു വിഷൻ കൊടുത്തു, ഞാനൊരു കാഴ്ചപ്പാട് കൊടുത്തു, ഞാനൊരു താലന്ത് അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. പക്ഷെ 3 വർഷമായി ആ താലന്തിനെ വ്യക്തമായി വേണ്ടതുപോലെ ഉപയോഗിക്കാൻ അവന് കഴിഞ്ഞില്ല. അവനൊരു പരാജിതനായി നിൽക്കുകയാ. നമുക്ക് വെട്ടിക്കളയാം. പക്ഷേ ഇവിടെ വരികയാണ് ഒരു മീഡിയേറ്റർ. ആരാ? നമ്മുടെ കർത്താവ് വന്നിട്ട് പറയുകയാണ്, but he answered and said to him, sir, let it alone this year also until I dig around it and fertilize. ആ കർത്താവിന്റെ സ്നേഹം ഒന്ന് നോക്കിയേ. This is grace. നമ്മൾ പലപ്പോഴും ഗ്രേസിനെ നമ്മള് വിലയില്ലാത്തതായി കാണും. കാരണം ദൈവത്തിന്റെ കൃപയുണ്ടല്ലോ, കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കോളും. പക്ഷേ ദൈവത്തിന്റെ വചനം ഗ്രേസിന് ഒരു കോസ്റ്റ് ഉണ്ട്. പിതാവായത് അവിടെ ആ മരത്തെ വെട്ടിക്കളയാനായിട്ട് വരുമ്പോ പുത്രനായ കർത്താവ് പറയുകയാണ്, നോക്കെ എന്റെ രക്തം കൊടുത്ത് ഞാൻ വാങ്ങിയതാവനെ, ഞാൻ ഒന്നും കൂടെ 1 വർഷം കൂടെ ഞാൻ ഒന്നും കൂടെ ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ അവനിലുള്ള ഫലം പുറത്തു കൊണ്ടുവരുവാൻ. ഞാൻ ഒന്നും കൂടെ ഒന്ന് ഡിഗ് ചെയ്ത് നോക്കട്ടെ, ഞാൻ ഒന്നും കൂടെ ഒന്ന് ഫെർട്ടിലൈസ് ചെയ്ത് നോക്കട്ടെ. ഒരു പക്ഷെ അവൻ ഫലം കായ്ച്ചാലോ 1 വർഷം കൂടെ അവന് കൊടുക്ക്. എത്ര വർഷങ്ങൾ പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഗ്രേസ് ആയിട്ട് ദൈവം തന്നു.
മേലാൽ ഫലം കായ്ച്ചാലോ എന്ന് കരുതി വെട്ടിക്കളയാതെ നിർത്തി എത്ര വർഷങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ എത്ര നാൾ ദൈവം ഇങ്ങനെ ഗ്രേസ് നമ്മുടെ അടുത്തുണ്ടാകും? എത്ര നാൾ ദൈവത്തിന്റെ ഗ്രേസിനെ നമ്മൾ മിസ്ലീഡ് ചെയ്യും? അല്ലെങ്കിൽ എന്താ പറയാ, കർത്താവിന്റെ ഗ്രേസിന് എത്ര നാൾ നമ്മൾ വില കൊടുക്കാതിരിക്കും? സ്വന്തം രക്തം കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങിയിട്ട് ആ രക്തം കൊണ്ട് നമ്മളെ ദിനംതോറും ശുദ്ധീകരിക്കുന്നത് ഗ്രേസിന് വിലയില്ലാത്തത് കൊണ്ടല്ല. ഗ്രേസിന് വിലയുണ്ട്, പക്ഷേ ഞാൻ കൊടുത്ത വില അവൻ നഷ്ടമായി പോകരുത്. ഈ മരം വെട്ടിക്കളയാൻ പാടില്ല. ഞാൻ കഷ്ടപ്പെട്ട് നട്ട മരമാണിത്. ഇതിൽ അവൻ അടുത്ത വർഷമാകുമ്പോഴേക്കും ഫലം കായ്ക്കുമായിരിക്കും. നമുക്കൊരു വർഷം കൂടെ കൊടുക്കാം. പ്രിയ ദൈവമക്കളെ, ദൈവം നമുക്ക് തന്ന കാഴ്ചപ്പാടുകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയേ. ദൈവം നമ്മളെ വിളിച്ച വിളിയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി. അതാണ് നമ്മൾ നോക്കേണ്ടത്. എനിക്കൊരു കാര്യം ഉറപ്പാണ്, നമ്മുടെ ദൈവസഭയിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിക്കും ഒരു വിളിയുണ്ട്. പാട്ട് പാടാനായിരിക്കാം, രോഗികളുടെ ഇടയിലുള്ള ശുശ്രൂഷയായിരിക്കാം, വചനം സംസാരിക്കുന്നതിലായിരിക്കാം, ദൈവം നമ്മളെ വിളിച്ച ദേശത്തോടുള്ള ആത്മഭാരമായിരിക്കാം, യുവാക്കളുടെ ഇടയിലായിരിക്കാം, കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലായിരിക്കാം. ദൈവം നമ്മളെ വിളിച്ചതിനും ഈ തോട്ടത്തിനകത്ത് കൊണ്ടുവന്ന് നട്ടതിനും ഒരു ഉദ്ദേശമുണ്ട്. പക്ഷെ ഇന്ന് നമ്മുടെ കർത്താവ് ഒന്ന് നോക്കുമ്പോൾ, വിൽ ഹി ബി ഹാപ്പി? വിൽ ഹി ബി സാറ്റിസ്ഫൈഡ്? നമ്മളെ വിളിച്ച വിളിയിൽ നമ്മൾ വിശ്വസ്തരാണോ? ഫലം കാഴ്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുമ്പോൾ, പ്രാർത്ഥനയോടെ അടുത്ത് വരുമ്പോൾ, ദൈവവചനം പറയുകയാണ്, abide in me and I in you. നീ എന്റെ അടുക്കൽ വന്ന് എന്നോട് ചേർന്നിരിക്കാൻ നീ തയ്യാറാണെങ്കിൽ, if you are ready to abide in me, if you are ready to come and closer, have a close walk with me, I'm ready to walk with you. That's the Holy Spirit, the one who walks beside you. Parakletos എന്നാണ് Holy Spiritന്റെ അർത്ഥം. The one who stands beside you. Wherever you are struggling, I'm there to help you, but are you ready to walk with me? Are you ready to stand with me? Are you ready to cling on to me? If you are ready, God is ready, more than willing to help us in our walk with God. ഒരു പ്രാവശ്യം കൂടെ പറയുകയാണ്, എന്നെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം, യാത്രയിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ തിരിച്ചു വന്നില്ലെങ്കിൽ ഈ വാക്യം കൂടെ ഞാൻ പറയുന്നു, abide in him and he will abide with us. Thank you. ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ, നൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ, ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ, ആത്മാവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ, ആത്മസായന നിരന്തരമായി എന്നെ ആത്മദാനങ്ങൾ പകരണമേ, ആത്മസായന നിരന്തരമായി എന്നെ ആത്മദാനങ്ങൾ പകരണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ, തീർന്നിടണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ, എല്ലാം അങ്ങേ മഹത്വത്തിനായി. Jonathan is going to read our text from Gospel of John, chapter 15, verses 1 to 10. Praise the Lord. I am the true vine, and my Father is a vine dresser. Every branch in me that does not bear fruit, he takes away, and every branch that does bear fruit, he prunes, that it may bear more fruit. Already you are clean because of the word that I have spoken to you. Abide in me, and I in you. As the branch cannot bear fruit by itself unless it abides in the vine, neither can you unless you abide in it. Is it that it bears much fruit? For apart from me you can do nothing. If anyone does not abide in me, he is thrown away like a branch and withers, and the branches are gathered and thrown into the fire and is burned. If
If you abide in me and my words abide in you, ask whatever you wish, and it will be done for you. By this my Father is glorified, that you bear much fruit, and so prove to be my disciples. And the Father has loved me, so I have loved you. Abide in my love. If you keep my commandments, you will abide in my love, just as I have kept my Father's commandments and abide in his love. Thank you. Thank you for the reading of the Word of God. May God bless us from these verses. And looks like the same Spirit is working in me and our Pastor Justin, right? And so it's the same Spirit that I prepared this message at my home, and he utilized so much of the same scripture, and so the Word of God is here to edify all of us. So this is a double confirmation that the message that we need to hear today is about bearing fruit, abiding in Christ, and avoiding the works of the flesh. And sometimes we don't go back into all those. Some of those territories I don't visit. Like I don't want to talk a lot about wickedness, and I do sometime in a very light way. But this is what we need to hear, that in order for us to be fruit-bearing Christians, children, believers, we need to have a certain type of living, actually, certain type of lifestyle. Certain lifestyle produces certain fruits. A lifestyle that is focused on the flesh is going to produce the fruits of the flesh. And when you walk in the Spirit, and it is going to produce the fruits of the Spirit. And this is exactly what we needed to hear this morning. And Pastor Justin have spoken a good message to us in a very short period of time. And I am going to prepare you to go to the Lord's Supper, and I will be speaking from this portion another time also, because this is a very heavy duty scripture. That's what I call the heavy duty scripture. Very solid, very powerful scripture, and we will not be able to do all these 10 verses today and understand in depth what the Spirit of God is speaking to us. But we already have a portion of that message. Now I'm going to share a few things, and then we will go to the Lord's Supper, and let us all be in the presence of God with a prayer in our heart. And in Jesus' conversation, in the conversation of Jesus, he used a lot of imagery. And that is one imagery that we see here, the imagery of a vine and a vineyard. നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ ടീച്ചിങ്ങിൽ നാം കാണുന്നത് ഉപമകൾ ഒക്കെ യേശു ക്രിസ്തു പറയുമ്പോൾ നാം കാണുന്ന ലാംഗ്വേജ്, സംടൈം ആ ലാംഗ്വേജ് ലിറ്ററൽ ലാംഗ്വേജ് അല്ല, ചില നമുക്ക് ഈ ഭൂമിയിലുള്ളവർക്ക് മനസ്സിലാകുവാൻ തക്കവണ്ണം ഭൂമിയിലുള്ള വസ്തുക്കളെ ഉപയോഗിച്ച് യേശു ക്രിസ്തു പല സമയത്ത് പല ഉപമകൾ, ഇവിടെയും അങ്ങനെയാണ് യേശു ക്രിസ്തു ആരംഭിക്കുന്നത്. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. സോ ഇവിടെ ഒരു മുന്തിരിവള്ളി, മുന്തിരിത്തോട്ടം, ആ ഒരു ഇമേജറിയാണ് ഇവിടെ ആരംഭിക്കുന്നത്. So I will go into those portions a little bit detailed later on. But today we just going to have a brief message. പഴയ നിയമത്തിൽ മുന്തിരിത്തോട്ടം ഉപമിക്കപ്പെട്ടിരിക്കുന്നത് ഇസ്രായേലിനോടാണ്. യെശയ്യാവിന്റെ പുസ്തകം 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, സൈന്യങ്ങളുടെ യഹോവയുടെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഗ്രഹവും അവന്റെ മനോഹരമായ നടുതല യഹൂദ പുരുഷന്മാരും ആകുന്നു. സോ ഇവിടെ പഴയ നിയമത്തിൽ മുന്തിരിത്തോട്ടം എന്നുള്ള പ്രയോഗങ്ങൾ
പ്രയോഗിച്ചിരിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നത് അത് ഇസ്രായേൽ ഗ്രഹവുമായിട്ട്, ഇസ്രായേൽ ജനതയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അവിടെ സംസാരിച്ചിരിക്കുന്നത്. ജെറമായ ചാപ്റ്റർ 2 വേഴ്സ് 21 അവിടെ പ്രവാചകൻ എഴുതിയിരിക്കുന്നത്, ഞാൻ നിന്നെ വിശിഷ്ട മുന്തിരിവള്ളിയായി നല്ല തൈയായി തന്നെ നട്ടിരിക്കെ നീ എനിക്ക് കാട്ടു മുന്തിരിവള്ളിയുടെ തൈ ആയി തീർന്നത് എങ്ങനെ? സോ ഇവിടെ ഇസ്രായേൽ വാസ് പ്ലാന്റഡ് ആസ് വിശിഷ്ടമായ ഒരു മുന്തിരിവള്ളിയായിട്ടാണ് ഇസ്രായേലിനെ നട്ടത്. പക്ഷെ അതിൽ നിന്ന് വരുന്ന ഫലങ്ങളെല്ലാം കാട്ടുമുന്തിരിയുടെ ഫലങ്ങളാണ്. അവിടെ നാം അങ്ങനെയാണ് കാണുന്നത്. ഹോശയ ചാപ്റ്റർ 10 വേഴ്സ് 1 നാം വായിക്കുന്നത്, ഇസ്രായേൽ പടർന്നിരിക്കുന്ന ഒരു മുന്തിരിവള്ളി ആകുന്നു, അവർ ഫലം കായ്ക്കുന്ന തന്റെ ഫലത്തിന്റെ ബഹുത്വത്തിന് തക്കവണ്ണം അവർ ബലിപീഠങ്ങളെ വർദ്ധിപ്പിച്ചു, തന്റെ ദേശത്തിന്റെ നന്മയ്ക്ക് തക്കവണ്ണം അവർ ഭംഗിയുള്ള വിഗ്രഹ സ്തംഭങ്ങളെ ഉണ്ടാക്കി. ഇവിടെ ഹോശയ പറയുന്നത് എന്താണ്? ഫലം കായ്ക്കുവാൻ ഇസ്രായേലിനെ നട്ടു എങ്കിലും അവരിൽ നിന്ന് വരുന്ന ഫലങ്ങൾ, അവർ പുറപ്പെടുവിക്കുന്ന ഫലങ്ങൾ ദൈവത്തിന് വിരോധമായിട്ടുള്ള ഫലങ്ങളാണ്, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഫലങ്ങളാണ്, കാട്ടുമുന്തിരിയുടെ ഫലങ്ങളാണ്. അവർ ഞാനല്ലാതെ അന്യ ദൈവം നിനക്കുണ്ടാകരുത് എന്ന് ദൈവം കൽപ്പന കൊടുത്തപ്പോൾ അവർ ദേശത്തെല്ലായിടും വിഗ്രഹ സ്തംഭങ്ങളെ ഉണ്ടാക്കി അതിനെ ആരാധിക്കുന്നു. അപ്പോൾ ഇവിടെ നാം കാണുന്നത് എന്താണ്? ദൈവത്തിന്റെ മക്കൾ ഇസ്രായേൽ വളരെ തിരഞ്ഞെടുക്കപ്പെട്ട, ദൈവം തന്നെ തിരഞ്ഞെടുത്ത് ആക്കിയിരിക്കുന്ന ആ ഇസ്രായേൽ ദൈവം കൊടുത്തിരിക്കുന്ന കൽപ്പനകളെ വിട്ട് സ്വന്തം വഴിക്ക് പോയപ്പോൾ അവർ പുറപ്പെടുവിക്കുന്ന ഫലം ദൈവം പ്രസാദിക്കുന്ന ഫലമല്ല. സങ്കീർത്തനത്തിന്റെ ഒരു വാക്യം കൂടെ വായിച്ചിട്ട് മൂവ് ഫോർവേഡ്. സങ്കീർത്തനം 80-ാം അധ്യായം 80-ാമത്തെ സങ്കീർത്തനം 8-ാമത്തെ വാക്യത്തിൽ നിന്ന് വായിക്കുന്നത്, നീ മിസ്രൈമിൽ നിന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു ജാതികളെ നീക്കിക്കളഞ്ഞ് അതിനെ നട്ടു. ദൈവം വളരെ പണിപ്പെട്ട് വളരെ പ്രയത്നിച്ച് ഒരു കനാൻ ദേശത്തെ അവർക്ക് ദാനമായി കൊടുക്കുവാൻ, അവകാശമായി കൊടുക്കുവാൻ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ജാതികളെ നീക്കിക്കളഞ്ഞ് ദൈവം ഈ ഇസ്രായേലിനെ അവിടെ നട്ടു. എങ്കിലും അവർ കാലങ്ങൾ മുൻപോട്ട് പോയപ്പോൾ അവർ ഈ ജാതികളുടെ വഴിയിലോട്ട് പോയി അവരുടെ ദൈവത്തെ അവർ ആരാധിച്ചു. ദൈവം അവർക്ക് വിരോധമായി തീർന്നു. നമുക്കറിയാം പിന്നീടുണ്ടായ ഹിസ്റ്റോറിക്കൽ ഇവന്റുകൾ, അവർ ക്യാപ്റ്റിവിറ്റിയിലേക്ക് പോകുന്നു, അങ്ങനെയുള്ള ഒരുപാട് പ്രതിസന്ധികൾ ഇസ്രായേൽ ജനം അനുഭവിച്ചു. അപ്പൊ അങ്ങനെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട്, ഇത് ഞാൻ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞാണ്. അപ്പൊ പിന്നെ യേശു ക്രിസ്തു ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി ആകുന്നു എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു നോക്കുന്നത് ഇസ്രായേൽ ഗ്രഹത്തെയാണ്. ഇസ്രായേൽ ഗ്രഹം ദൈവം നട്ട ഒരു മുന്തിരിവള്ളിയാണ്, ആ ദൈവം തെരഞ്ഞെടുത്ത ഒരു മുന്തിരിവള്ളിയാണ്. ആ ദൈവം ഈ ജനത്തിനു വേണ്ടി വളരെ വളരെ കാര്യങ്ങൾ ചെയ്തു. എന്നാൽ അവർ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അവരല്ല സാക്ഷാൽ മുന്തിരിവള്ളി, ഞാനാണ് സാക്ഷാൽ മുന്തിരിവള്ളി. ഐ ആം ദ ട്രൂ വൈൻ. അപ്പോൾ ഇസ്രായേൽ ജനതയ്ക്ക് ഒരു ചിന്തയുള്ളത് എന്താണ്? അവർ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനമായതുകൊണ്ട് അവർ ഓട്ടോമാറ്റിക്കലി ദൈവത്തിന്റെ രാജ്യത്തിനും ദൈവം വെച്ചിരിക്കുന്ന എല്ലാ അവകാശങ്ങൾക്കും അവർ ഓട്ടോമാറ്റിക്കലി അങ്ങ് അവകാശികളായി തീരും. രക്ഷ അവരുടെ കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. They will inherit salvation. അപ്പോൾ യേശു ക്രിസ്തു അതിനൊരു ചെറിയ വ്യത്യാസം വരുത്തുകയാണ്. നമ്മൾ യഹൂദനാണ് എന്ന് പറയുന്നത് കൊണ്ട് we are not guaranteed automatic salvation. നമുക്ക് അബ്രഹാമിന്റെ മക്കൾ എന്ന് പറയുന്നത് കൊണ്ടല്ല, അബ്രഹാമിന്റെ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അബ്രഹാമിന്റെ പ്രോമിസസ് നമുക്ക് അവകാശപ്പെടുത്തുവാനായിട്ട് കഴിയുള്ളൂ. ഇവിടെ യേശു ക്രിസ്തു പറഞ്ഞത്
നമുക്ക് ഞാൻ ഇസ്രായേൽ ജനത്തെ ഒരു മുന്തിരിവള്ളിയോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ആ മുന്തിരിവള്ളി അതിനെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിർവഹിക്കാതെ, അത് പുറപ്പെടുവിക്കേണ്ടുന്ന ഫലം പുറപ്പെടുവിക്കാതെ, അത് കാട്ടുമുന്തിരിവള്ളിയുടെ അനുഭവം പുറപ്പെടുവിച്ചു. ഇവിടെ ഞാനാണ് സാക്ഷാൽ മുന്തിരിവള്ളി. യേശു ക്രിസ്തുവിൽ കൂടി മാത്രമേ രക്ഷിക്കപ്പെടുവാൻ കഴിയുകയുള്ളൂ. നാം ഒരു ഇസ്രായേൽ ജനം ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് രക്ഷ ഉണ്ടാകുമെന്ന് നമ്മൾക്ക് വിശ്വസിക്കുവാനായിട്ട് സാധിക്കില്ല. കാരണം എന്താണ്? ഇസ്രായേൽ ജനം ഒരു ഡീജനറേഷന്റെ അവസ്ഥയിൽ കൂടി പോവുകയാണ്. കാട്ടുമുന്തിരി വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫലം കാട്ടുമുന്തിരി ആയി തീരുമ്പോൾ അതിന്റെ അർത്ഥം we are degenerating ourselves. അതാണ് ഫ്ലഷിനെ കുറിച്ച് ഇന്ന് രാവിലെ നാം കേട്ടല്ലോ. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ കൂടി കാണുവാൻ ആഗ്രഹിക്കുന്ന ഫലങ്ങൾ നാം കാണിക്കുന്നില്ല എങ്കിൽ അതിന് പകരം പുറത്തു വരുന്ന ഫലങ്ങളാണ് ജഡത്തിന്റെ പ്രവർത്തികൾ. അത് നാം കേട്ടു. ജഡത്തിന്റെ പ്രവർത്തികൾ എന്താണ് എന്ന് നാം കേട്ടു. എന്നാൽ യേശു ക്രിസ്തു പറയുന്നത് രക്ഷിക്കപ്പെടുവാനായിട്ട് നമുക്ക് കഴിയണമെങ്കിൽ we have to come through Jesus Christ. I am the true vine. You have to abide in me. എന്നിൽ കൂടി അല്ലാതെ നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കുവാനായിട്ട് കഴിയില്ല. നമുക്ക് ഈ ലോകത്തിന്റെ ചിന്തയിൽ നമുക്ക് അനേക തരത്തിൽ അനേക മാർഗങ്ങൾ രക്ഷയ്ക്ക് പല മതങ്ങളും പല മാർഗങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. എങ്കിലും വിശ്വാസികളായിരിക്കുന്ന നമുക്ക് അറിയാവുന്നത് രക്ഷിക്കപ്പെടുവാനായിട്ട് ഒരേ ഒരു നാമമേ ഉള്ളൂ. അത് യേശു ക്രിസ്തുവിന്റെ നാമമാണ്. ആ നാമത്തിൽ കൂടി അല്ലാതെ നമുക്ക് രക്ഷിക്കപ്പെടുവാനായിട്ട് കഴിയില്ല. നാം ഇവിടെ കർത്താവിന്റെ തിരുമേശയുമായിട്ടുള്ള ബന്ധത്തിൽ കടന്നു വരുമ്പോൾ നാം നമ്മുടെ രക്ഷിക്കപ്പെട്ടിട്ടുള്ളവരാണ് കർത്താവിന്റെ മേശയെങ്കിൽ കടന്നു വരുന്നത്. നാം ഈ തിരുമേശയിൽ കടന്നു വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? we are in fellowship with Christ. ആ ഫെലോഷിപ്പ് ആരംഭിക്കുന്നത് എവിടെയാണ്? നാം ക്രിസ്തുവിൽ വസിക്കുമ്പോൾ, എന്റെ വചനം നിങ്ങളിൽ വസിക്കുമ്പോൾ, നിങ്ങൾ എന്നിൽ വസിക്കുമ്പോൾ. പലപ്പോഴും നമ്മൾ ഈ ക്രിസ്തുവിൽ വസിക്കുക എന്ന് ചിന്തിക്കുമ്പോൾ പലപ്പോഴും അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു എക്സ്പ്രഷനാണ്. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് സ്വയമായി ഫലം കായ്പാൻ കഴിയുകയില്ല. അപ്പൊ അങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ നമുക്ക് ചിലപ്പോൾ ഡൗട്ട്സ് ഉണ്ടാക്കും. ചിലർ വിചാരിക്കുന്നത് ദിസ് ഈസ് എ മിസ്റ്റിക്കൽ യൂണിയൻ. നമുക്ക് വിശ്വാസികൾക്ക് യേശു ക്രിസ്തുവുമായിട്ട് ഒരു മിസ്റ്റിക്കൽ യൂണിയൻ ഉണ്ട് എന്ന് നമുക്ക് ചിന്തിക്കും. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ഒരു മിസ്റ്റിക്കൽ യൂണിയൻ ഉള്ളതായിട്ട് അനുഭവപ്പെടാറില്ല. അപ്പൊ നമ്മുടെ ഈ സഭയിലിരിക്കുന്ന എല്ലാവർക്കും ഒരേ തരത്തിലുള്ള ക്രിസ്തീയ അനുഭവങ്ങളല്ല. നമ്മൾ ചിലര് അകലെ നിന്ന് കാണുന്നവരാണ്, ചിലര് അടുത്ത് ചെന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരാണ്, ചിലര് ക്രിസ്തുവിനോട് കൂടെ കഷ്ടം അനുഭവിക്കാൻ തയ്യാറായിട്ടുള്ളവരാണ്, ചിലർ ക്രിസ്തുവിന് വേണ്ടി എന്തും ചെയ്യുവാനായിട്ട് സന്നദ്ധതയുള്ളവരാണ്, ചിലര് അതൊക്കെ മറ്റുള്ളവർ ചെയ്യുന്ന കണ്ടു നോക്കി നിന്ന് അവരെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. അങ്ങനെ അനേക വിവിധ തരത്തിലുള്ള വിശ്വാസികളാണ് ദൈവസഭയിലുള്ളത്. എന്നാൽ ഇത് നമുക്ക് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു. ഒരു മാനുഷികമായിട്ടുള്ള ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. നിങ്ങൾക്ക് എന്നിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി ഫലം കായ്ക്കാൻ കഴിയത്തില്ല എന്ന് പറയുന്നതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു ബലഹീനത ഉണ്ട് എന്ന് വിചാരിക്കുക. It can be anything. It can be a small ബലഹീനത, or it can be a big weakness, whatever it is. Let's say that you have some sort of an issue that you are fighting. Maybe it's a habit, it's an addiction, whatever it is, that you are fighting that. And then you come to realize that I cannot get out of this by myself. You cannot get out of this by myself. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, alcoholics. That maybe I can use that expression, alcoholics. I don't know what it feels to be an alcoholic. I never had any alcohol. So, but those who have alcohol, they are addicted to it.
And when that particular moment comes, they start shivering and they wanted to get more, they need to get more filled, and that will keep them going for a while. So this person understood he cannot get out of it by himself. So what did this person do? They go to a group called Alcoholic Anonymous, and they go to that group. They talk about their problem, and then everybody share their experiences, and then they suggest some ways what they can practice. And then this person went back, and the particular moment came, he started shivering again. So what this person is going to do, he's going to call this group. He's going to call their contact number. When he called their contact number, he's going to get a voice back. Oh, hang in there, we are with you. We are encouraging you. We can help you. Don't go and start doing it. So you need that voice. You need that encouragement. You need that power. The power of that voice. The power of that advice. The power of whatever that is. That person is going to be keeping away from alcohol because he is abiding in a group. That is what it is. So every time when he has a problem, he is contacting the group. He's making connection with that leader or with the group member so they can share their problem. That's exactly what Christianity is telling. That when you are in this world, in order for us to live a Christian life, we cannot do this by ourselves. Because we are weak in our body, we are weak in our mind, we are weak in our spirit. But how we are going to do this is we going to abide in Christ. When you are a branch that is going to be connected to the stem, and then every branch is going to receive that spiritual nourishment. And that whatever നമ്മുടെ ബോഡിയിലുള്ള നമ്മുടെ കയ്യിലും കാലും എല്ലാം ഈ രക്തത്തിൽ നിന്ന് Brother Shibu showed us how powerfully that's all made, but wonderful. And so it's all connected. So when Christ is the head of the body, when we abide in Christ, and when we are connected with Christ, and His power flows through us, and that is going to keep us nourished, and that is going to keep us alive as a spiritual being in this world. We will talk more about this next week. Next time when I speak, we will do that. ഇവിടെ നാം ഉദ്ദേശിക്കുന്നത് എന്താണ്? നാം ഈ ലോകത്തിൽ ഒരു വിശ്വാസിയായി ജീവിക്കുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. It is much easy to preach than to learn. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് സംസാരമല്ല, പ്രവർത്തനമാണ്. ദൈവം നമ്മിൽ നിന്ന് കാണാൻ ആഗ്രഹിക്കുന്നത് കുറച്ച് ഇലകളല്ല, കുറച്ച് ഫലങ്ങളാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ നോക്കുന്നത് ഇലകൾ, വലിയ ഇലകളുള്ള വൃക്ഷങ്ങളൊക്കെ ആണെന്ന് നമ്മുടെ സമൂഹം നോക്കി ആദരിക്കുന്ന, പക്ഷെ ഫലമുള്ള വൃക്ഷമാണ് ദൈവം നോക്കുന്നത്. യേശു ഫലമില്ലാത്ത വലിയ ഇലകൾ കൊണ്ട് നിറഞ്ഞിരുന്ന ഒരു വൃക്ഷത്തെ നോക്കി ശപിച്ച ഒരു ഇൻസിഡന്റ് നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നിന്നും ദൈവം ഇന്ന് ആഗ്രഹിക്കുന്നത് നാം ഫലം പുറപ്പെടുവിക്കുവാനാണ്. യേശു ക്രിസ്തുവാണ് സാക്ഷാൽ മുന്തിരിവള്ളി. യേശു ക്രിസ്തു സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു. ഇസ്രായേൽ ഗ്രഹം ഒരു മുന്തിരിവള്ളിയാണ്, പക്ഷെ അവർ ദൈവത്തിന്റെ പദ്ധതികളിൽ നിന്നും മാറിപ്പോയി. അവർ നല്ല മുന്തിരി കായ്ക്കേണ്ടതിന് പകരം കാട്ടുമുന്തിരിങ്ങ കായ്ച്ചു. ഇന്ന് നാം ഈ കർത്താവിന്റെ തിരുമേശയിൽ കടന്നു വരുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് ശോധന ചെയ്ത് നോക്കാം. നമ്മുടെ ജീവിതം ദൈവം ആഗ്രഹിക്കുന്ന ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ജീവിതമാണോ? കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ എന്താണ് നമ്മുടെ കുറവുകൾ? നമ്മൾ കുറവുകളില്ലാത്ത ആരും ഈ ലോകത്തിലുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. എല്ലാവരും കുറവുകളോടുകൂടി ജീവിക്കുന്നവരാണ്. എന്നാൽ ഒരു വിശുദ്ധന്റെ അടയാളം എന്ന് പറയുന്നത് എന്താണ്? കുറവുകൾ കാണുമ്പോൾ അതിനെ മനസ്സിലാക്കുന്നതാണ് ഒരു വിശുദ്ധന്റെ ജീവിതം. ദൈവസന്നിധിയിൽ അനുതാപമുള്ള ഒരു ഹൃദയത്തോട് ഇന്ന് പകൽക്കാലം നമുക്ക് ഈ തിരുമേശയിലേക്ക് കടന്നു വരാം. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു. എന്നിൽ വസിക്കുന്നവൻ എന്നിൽ വളരെ ഫലം കായ്ക്കും. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് അതിനെ പുറത്ത് കളയുന്നത് പോലെ അതിനെ മാറ്റി കളഞ്ഞിട്ട് അത് ഒന്നിനും കൊള്ളാത്ത ഒരു അവസ്ഥയിലേക്ക് നീങ്ങും. അതിനെ തീയിലിട്ട് ചുട്ടുകളയുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ നാം വായിക്കുന്നല്ലോ. ഇന്ന് രാവിലെ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവേ, എൻ്റെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്യണമേ.
കാൽവറി ക്രൂശിൽ നീ എനിക്ക് വേണ്ടി മരിച്ചു. അവിടുത്തെ ജീവൻ എനിക്ക് വേണ്ടി തന്നു. എൻ്റെ ശാപങ്ങൾക്ക് പകരമായി, എൻ്റെ ദോഷങ്ങൾക്ക് പകരമായി, എൻ്റെ കുറവുകളെ മാറ്റുവാൻ, ഈ നശിച്ചു പോകുന്ന ലോകത്തിൽ നിന്ന് എന്നെ രക്ഷിച്ച് നിത്യതയിൽ എത്തിക്കുവാൻ കർത്താവ് എനിക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ചു. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. എൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇന്ന് രാവിലെ നാം ഈ തിരുമേശയിൽ വരുമ്പോൾ പ്രാഗൽഭ്യത്തോട് വരുവാൻ നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നാം നേരത്തെ കേട്ടിട്ടുള്ളതുപോലെ നാം ഈ കർത്താവിൻ്റെ മേശയെങ്കിലേക്ക് വരുമ്പോൾ നാം കർത്താവിൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. കർത്താവ് നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു. യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരം നമുക്ക് വേണ്ടി മുറിവേറ്റു, തകർന്നു. അതാണ് നാം ഇവിടെ ഇന്ന് ഇത് നമ്മൾ പങ്കെടുക്കുമ്പോൾ നാം ഓർക്കുന്നത്. നമുക്ക് വേണ്ടി മുറിവേറ്റ കർത്താവിൻ്റെ ശരീരമാണ്. നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുവാൻ അവൻ്റെ അവസാനത്തെ തുള്ളി രക്തമുലയും കർത്താവ് നമുക്ക് വേണ്ടി ചൊരിഞ്ഞു തന്നു. പൗലോസ് പറയുന്ന കർത്താവ് ഒരുപോളും ഈ ശുശ്രൂഷ അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. നമുക്ക് സ്വയശോധനയോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഹല്ലേലൂയ. ഞാൻ ഒരു വാക്യം കൊരിന്ത്യർ ലേഖനത്തിൽ നിന്ന് വായിക്കുന്നു. 11-ാം അധ്യായം. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രി അവൻ അപ്പമെടുത്തു, സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. ഞാൻ ഇനിയും വായിക്കുന്ന വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനല്ല കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് തന്നെ ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങൾ പലരും ബലഹീനരും രോഗികളും ആകുന്നു. നമുക്ക് ഈ വേദഭാഗം വായിക്കുമ്പോൾ ഇത് ആരെയും ഒഴിവാക്കാൻ വേണ്ടിയിട്ടല്ല. എന്നാൽ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ നാം ദൈവവുമായിട്ട് നല്ല ബന്ധത്തിലായിരിക്കുന്നു, ദൈവത്തിൻ്റെ കൃപയിലായിരിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്ത ഒരു മനസ്സാക്ഷിയോടുകൂടി കടന്നു വന്നിരിക്കുന്നു. അത് നമുക്ക് ഉറപ്പ് വരുത്തുവാൻ വേണ്ടിയിട്ടാണ് ഈ ദൈവവചനത്തിൽ കൂടി നാം വായിക്കുന്നത്. ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മൾ ഈ മേശയിൽ കടന്നു വരുന്നത് നമ്മുടെ വിശുദ്ധിയുടെ മഹത്വം കൊണ്ടല്ല, നമ്മുടെ ഗുണങ്ങൾ കൊണ്ടോ യോഗ്യതകളുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് കർത്താവ് കൃപയുള്ളവനായതുകൊണ്ടാണ്. കർത്താവ് നമ്മുടെ മനസ്സൊലിവുള്ളവനാണ്. നാം കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ, നാം നമ്മുടെ പാപങ്ങളെ അവനോട് അറിയിക്കുമ്പോൾ, അവൻ നമ്മുടെ സകല പാപങ്ങളെ മോചിക്കുവാൻ കർത്താവിൻ്റെ രക്തം നമ്മളിൽ തളിച്ച് നമ്മെ ശുദ്ധീകരിച്ച് നമ്മെ അവൻ ഇന്ന് പകൽക്കാലം ഈ തിരുമേശയിൽ പങ്കെടുക്കുവാൻ യോഗ്യരാക്കി തീർക്കും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ഇവിടെ ഉള്ളവരെല്ലാവരും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിൻ്റെ ഹിതപ്രകാരം ജീവിക്കുന്നവരാണ്. നാം താൻ ശോധന ചെയ്തിട്ട് നമുക്ക് ഈ തിരുമേശയിൽ നമുക്ക് പങ്കെടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നല്ല ദൈവമേ, ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഈ തിരുമേശയോട് ഉള്ള ബന്ധത്തിൽ ഞങ്ങളുടെ ആരാധനയിൽ ഞങ്ങൾ ദൈവത്തോട് അടുത്തു വരുന്നു. കർത്താവ് ഈ ലോകത്തിൽ ഇറങ്ങി വന്നു, അവിടുത്തെ ഓമനകുമാരനെ ഈ ലോകത്തിൽ അയച്ചു, ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായി കാൽവറി ക്രൂശിൽ മരിച്ചു. കർത്താവെ, ഞങ്ങളുടെ പാപങ്ങളെ മോചിച്ചു, അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകി ഞങ്ങളെ ശുദ്ധീകരിച്ചു. കർത്താവിൻ്റെ രക്തത്താൽ ഞങ്ങളുടെ ശിക്ഷാവിധികളൊക്കെ അകന്നുപോയി. കർത്താവിൻ്റെ ജീവന്റെ പുസ്തകത്തിൽ ഞങ്ങളുടെ പേരെഴുതി നിത്യതയ്ക്കായി ഞങ്ങളെ ഒരുക്കുന്ന അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് ഞങ്ങൾ ഈ തിരുമേശയിൽ പങ്കെടുക്കുമ്പോൾ അത് ഞങ്ങൾ കർത്താവെ ഇനി അധികം വിശുദ്ധിയിലേക്ക് ഞങ്ങളെ നയിക്കണമേ.
ഞങ്ങൾ അധികം ഫലം കായ്ക്കുന്ന ഒരു ജീവിതം ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഞങ്ങളെ നയിക്കണമേ. അത് ഞങ്ങൾക്ക് രോഗശാന്തിക്ക് കാരണമാക്കണമേ. ഞങ്ങൾ കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ അത് കാരണമാക്കണമേ. ഞങ്ങളുടെ പ്രത്യാശ വർദ്ധിക്കണമേ. കർത്താവിൻ്റെ തിരു സാന്നിധ്യത്തിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ തന്നെ ആമേൻ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്വത്തെ, ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ, പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻ കരുണ, അത്ഭുതമാം ജ്ഞാനത്തിൻ പൂർണ്ണതയെ. സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻ കരുണ, അത്ഭുതമാം ജ്ഞാനത്തിൻ പൂർണ്ണതയെ. പകരം എന്തു നൽകും ഞാനിനി, നന്ദിയാലെന്നും വാഴ്ത്തിടും സൃഷ്ടാവേ. പകരം എന്തു നൽകും ഞാനിനി, നന്ദിയാലെന്നും വാഴ്ത്തിടും സൃഷ്ടാവേ. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥനയോട് സ്വയശോധനയോട് ഈ തിരുമേശയിൽ പങ്കെടുക്കാം. അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് എൻ്റെ ശരീരം എന്ന് പറഞ്ഞു. Let us take it together. Praise God. പിന്നെ പാനപാത്രം എടുത്തു, സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ. ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തം. Let us take it together. Hallelujah. Thank you, Jesus. Praise you, God. Hallelujah. Blessed be the name of Jesus. Praise God. Praise God. Praise God. Praise you, Jesus. ഇന്ന് നാം ഈ തിരുമേശയിൽ പങ്കെടുത്തു. നാം ഇന്നത്തെ വാക്യം പ്രസംഗത്തിന്റെ വാക്യത്തിൽ കൂടി കേട്ടതുപോലെ നാം ക്രിസ്തുവുമായിട്ടുള്ള ഫെലോഷിപ്പിലായിരിക്കുന്നു. നാം അവനിൽ വസിക്കുന്നു. ആ ഫെലോഷിപ്പ് നമ്മുടെ പ്രത്യാശയെ വർദ്ധിപ്പിക്കുന്നു. നമ്മുടെ നിത്യതയ്ക്കായിട്ടുള്ള വലിയ ഒരുക്കത്തോടെ കർത്താവിൻ്റെ വേലയെ വർദ്ധിച്ചു വരുവാൻ അവൻ നമ്മെ ഒരുക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നൊരു വാക്യം വായിക്കുന്നു. യേശു അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവൻ്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ വാക്യം പോലെ തന്നെയാണ്. ഈ വേറൊരു രൂപത്തിലും വാക്കുകളിലുമാണെങ്കിലും നാം യേശുവിൽ വസിക്കുന്നതിൻ്റെ അടയാളമാണ് ഈ തിരുമേശയിൽ നാം പങ്കെടുക്കുന്നത്. ആ തിരു സാന്നിധ്യത്താൽ നമ്മളെ നിറയ്ക്കട്ടെ.
നമ്മൾ ഈ സമയത്ത് I'm going to ask my brother Shibu to come here and pray for the closing of this section of the service. Now ഈ തിരുമേശയിൽ നോക്കുമ്പോൾ ഇനിയും അനേക കപ്പുകൾ ഇവിടെ ശേഷിക്കുന്നു. നമ്മൾ പാസ്റ്റർ ജസ്റ്റിൻ ഇന്ന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന വിവിധ തരത്തിലുള്ള ശുശ്രൂഷകൾ നാം ചെയ്യുമ്പോൾ ഇനിയും അനേകർ കർത്താവിൻ്റെ രാജ്യത്തിൽ കടന്നു വരും. അവർക്കൊക്കെ നാം ഒരു മാതൃകയായി തീരും. നമ്മുടെ വചനങ്ങളിൽ കൂടി നമ്മുടെ ജീവിതങ്ങളിൽ കൂടി അവർ യേശുവിനെ കണ്ടുമുട്ടുവാൻ നമ്മെ തന്നെ ഇന്ന് ദൈവസന്നിധി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. Shivu will lead us in prayer. Father, we thank you, Lord, for this time you've given us, Lord, to come before your throne, Lord. Lord, you are the vine, we are the branches, Lord. Yes, if I Jesus. abide in you, Lord, Yes, we will Lord. bear much fruit. Yes. Thank you, Lord, that you came to this world. Yes. You died for us, Lord. Thank you, Lord, Lord. your Praise flesh you, gives Jesus. us life. Your blood, Lord, Yes. cleanses us. Amen. Thank you, Lord, for your purification in our lives, Lord. Hallelujah. Strengthen each and Praise every you, member in this church, Lord, Yes. that each of us will grow in you, Amen. Lord, be strengthened in you, Lord. Yes, Pray for, Jesus. Lord, from the older ones to the younger ones. Yes. Lord. Everyone be blessed, Yes. Lord, to live for you. Thank you for your sacrifice. Yes. In Jesus' name we pray. Amen. Amen. Hallelujah. Praise God. I'm going to read a verse that I read every time. അത് വായിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് we will have a song and then we can greet and embrace each other. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. സഹോദരന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. സകല സഹോദരന്മാരെയും വിശുദ്ധ ചുംബനത്താൽ വന്ദനം ചെയ്യുവീൻ. ഹല്ലേലൂയ. കർത്താവു തൻ ഗംഭീരനാദത്തോടും നാദത്തോടും Thank you.
വരുവാൻ പോയ നമുക്ക് അവന്റെ വരവിന് വേണ്ടി ഒരുങ്ങാം. നമ്മുടെ ജീവിതങ്ങളെ ശോധന ചെയ്ത് നോക്കാം. നാം വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സമയത്ത് പ്രിയാച്ചായൻ പ്രാർത്ഥിച്ച് നമ്മുടെ സഭയോട് അവസാനിപ്പിക്കും. ഒരു പുതിയ സൺഡേയുടെ ഒന്ന് സമയം വരെ ഇതുവരെയും കർത്താവ് സൗന്യമർത്തിനായി സ്തുതിക്കുന്നു. കർത്താവെ പാടുവാനെ പ്രാർത്ഥിപ്പാനെ നല്ല സ്കൂളിൽ തമ്മിനായി സ്തുതിക്കുന്നു. ശിശുക്കളെല്ലാം കർത്താവ് അനുഗ്രഹിക്കാനോട് സംസാരത്തിനായി സ്തുതിക്കുന്നു. കർത്താവെ എല്ലാവർക്കും അനുഗ്രഹത്തിനായ സ്തോത്രം. കർത്താവെ തിരുമേശന്ന് പുഷ്പാനും പാലിക്കുന്ന കർത്താവെ ജഗകൾ നീട്ടി എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമെന്ന് എന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നന്ദിയോട് സഭയോർത്ത് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ എല്ലാവരെയും കർത്താവ് സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ചുറ്റുപാടുള്ള അയൽവാസികളെല്ലാം അനുഗ്രഹിക്കണേ. ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രധാനമന്ത്രികളെ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. ഉണർ പ്രധാനത്താവി ദേശത്ത് ആത്മകളെ സഭയെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നു. സുരദാസന്മാരെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ന്യൂയോർക്കിലായിരിക്കുന്ന കർത്താവെ പ്രിയ സത്യമാതാവിനോട് സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വേർപാടുകളും ദുഃഖത്തിലാകത്തനുഭവിച്ചതിന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദാസൻ മക്കളെ അവിടെ നിന്ന് അനുഗ്രഹിച്ചതിനെ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൂട്ടി കൂട്ടി പ്രാർത്ഥന സമാധാനം സന്തോഷം കൊടുക്കണേ നമ്മോട് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളെല്ലാവരെയും മാനിക്കുമാറേണെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയോർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയോർത്താനായി എത്തിക്കണേന്ന് പ്രാർത്ഥിക്കുന്നു. അപേക്ഷിച്ച് ചൊവ്വാഴ്ച നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇംഗ്ലീഷെല്ലാം കർത്താവെ കടന്നു പോകുമ്പോൾ അവിടെ കർത്താവെ ചെക്കുന്ന എല്ലാവരുടെയും കർത്താവെ അവരുടെ കർത്താവെ കണ്ണുകളെ ഉണ്ടാക്കണമെന്ന് കൊണ്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ നാട്ടിൽ നിന്ന് മക്കളെ കർത്താവെ കുടുംബത്തെ കർത്താവെ മാതാവിനെയും പിതാവിനെയും സൗകര്യം കാണുവാൻ സന്തോഷിക്കുവാനും കർത്താവ് സഭയോടെ ആയിരിക്കുമ്പോൾ കർത്താവെ അസുഖം വരാതെ കാത്തുകൊള്ളേണ്ടത്. അതുപോലെ കർത്താവെ ഈ മാസം കടന്നു വന്ന ജോൺ ബാസിനെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യാത്രയെ കൊണ്ട് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാൻ കടപ്പെട്ട എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ വിശ്വസിന്റെ സമർത്ത് പ്രാർത്ഥിക്കുന്നു. അടുത്ത ആഴ്ച ഒരു വേട് കൂടി ഒരു വേളു ചെറിയ മറച്ചുകൊണ്ടാണ് യേശു കർത്താവിന് വലിയ നാമത്തിൽ തന്നെയാണ്. അനുഗ്രഹത്തോടെ ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മോർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും കൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ്